ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വ്ളോഗല്ല കേട്ടോ, ഒരു പരീക്ഷണമാണ് കേട്ടോ. ഇത് എനിക്കും അറിയത്തില്ല അത് എന്തുമാത്രം അത് ശരിയാവും എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാനൊരു നമ്മുടെ റീൽസിനകത്ത് ഞാൻ കണ്ടതാണ് കേട്ടോ. അപ്പം സംഭവം കൊള്ളാം, പക്ഷെ അത് ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല. അവർ തന്നെ പറയുന്നുണ്ട് ഉടായ്പല്ല, ഇതിൻ്റെ റിസൾട്ട് പക്ക അടിപൊളിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് നോക്കാം, പക്ഷെ ഞാൻ പരീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാമല്ലോ. അപ്പോൾ നല്ലതാണോ കൊള്ളത്തില്ലയോ നമുക്കറിയില്ല. അപ്പോൾ നേരിട്ട് തന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ചിലപ്പോൾ സക്സസ്ഫുള്ളായാലോ അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി, വേറെ പുറത്തൊന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് വേണ്ടിയിട്ട് പുറത്തൊന്നും മേടിക്കേണ്ട കാര്യമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ കാണുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു സ്പൂണ് ചോറ്, പിന്നെ പാല്, പിന്നെ അരമുറി, അതായത് നാരങ്ങയുടെ പകുതി കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം നാരങ്ങ ഇല്ലാത്തത് കൊണ്ട് അതിന് പകരമായിട്ട് ഞാൻ ചേർക്കുന്നത് തൈരാണ്, പുളിച്ച തൈരാണ് കേട്ടോ. പിന്നെ ഒരു കിഴങ്ങിൻ്റെ ഒരു പകുതി എടുത്താൽ മതി, വലുതാണെങ്കിൽ പകുതി, ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുത്തോ കേട്ടോ. അപ്പോൾ ഇത് ഇത്രയുമാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ എൻ്റെ റിസൾട്ട് കാണിക്കാം. അപ്പോൾ ആദ്യം എൻ്റെ കൈയുടെ കളർ ഇതേ നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ കൈയുടെ കളർ നിങ്ങളെല്ലാവരും കണ്ടോളൂ. അപ്പോൾ ഇതാണ് എൻ്റെ കൈയുടെ കളർ. ഇനിയിപ്പോൾ ഇതിനകത്ത് വ്യത്യാസമോ മാറ്റങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ മുഖത്ത് കാണിക്കുന്നത്, ചിലപ്പോൾ മുഖത്ത് ചിലപ്പോൾ അത് അറിയാൻ പറ്റിയില്ല, നമുക്കത് കയ്യിൽ കാണിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കൈയുടെ പുറഭാഗത്തിൻ്റെ കളർ. ഇനി നമുക്ക് നമുക്കത് എല്ലാം കൂടെ ഒന്ന് കാണിക്കാം. അതാണ്ട് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് ചൂട് ചോറ് കേട്ടോ ഞാൻ എടുത്തിരിക്കുക. ഇപ്പോൾ തണുത്തു, കാരണം തലേന്നത്തെ ചോറ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂട് ചോറ് ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. എന്തായാലും ഇതിൻ്റെ റിസൾട്ട് എന്താവുമെന്നും നിങ്ങളെപ്പോലെ തന്നെ ഞാനും കൺഫ്യൂഷനാണ്, ശരിയാവോ ഇല്ലയോ എനിക്കറിയില്ല. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി നമ്മളുടെ പാല് കേട്ടോ, പാലൊഴിച്ചു. അപ്പോൾ ഇതൊരു കുഞ്ഞ് കിഴങ്ങായതുകൊണ്ട് തന്നെ ഒരെണ്ണം തന്നെ എടുത്തോട്ടോ. അപ്പം നാരങ്ങയ്ക്ക് പകരം ഞാനിവിടെ തൈരാണ് ചേർക്കുന്നത്. കാരണം നാരങ്ങയ്ക്ക് രാവിലെ ഞാൻ പിള്ളേരെ കടയിൽ വിട്ടെങ്കിലും കിട്ടിയില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഉള്ളത് തന്നെ എടുത്തിട്ട് നമുക്ക് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിക്കകത്തിട്ടൊക്കെ അരച്ചെടുത്തിട്ട് ഇങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ തീർന്നിട്ടില്ല, ഇനിയാണ് അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ പറഞ്ഞാൽ നാരങ്ങയ്ക്ക് പകരം തൈര് വെച്ചിട്ടുള്ള ചെറിയൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നാരങ്ങ ഇല്ലാത്തവർ എന്ത് ചെയ്യും? കടയിൽ വിട്ടിട്ട് പോലും നമുക്ക് കിട്ടിയില്ല കേട്ടോ. ബാക്കി എല്ലാ സാധനങ്ങളും നമുക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചെയ്യേണ്ടത് പറഞ്ഞാൽ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കുക എന്നാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത പരിപാടി. അപ്പോൾ ഞാനൊന്ന് എടുക്കട്ടെ. അപ്പോൾ നമ്മളാണ് ഈ പാത്രത്തിലോട്ടാണ് നമ്മളൊന്ന് ചൂടാക്കാൻ പോകുന്നത് കേട്ടോ. ചെറിയ തീയിൽ വേണം കേട്ടോ നമ്മളത് ചൂടാക്കാൻ, ഒരുപാട് ഫ്ലെയിമിലിട്ടൊന്നും നമ്മൾ ഇരിക്കരുത്. നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവുന്ന. ഫ്ലെയിം ഒന്ന് കുറയ്ക്കട്ടെ. പാത്രത്തിലിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പരുവം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഇളകി വരുന്നൊരു പരുവുണ്ടല്ലോ, ആ പരുവാണ്. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അകത്ത് വരെ ഒന്ന് ആക്കി കൊടുക്കട്ടെ. ഈ പരുവായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം യൂട്യൂബിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇനി ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാനൊന്നും സെർച്ച് ചെയ്ത് നോക്കിയില്ല. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം, പരിപാടി കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചു. നമുക്കിത് ശരിയാവില്ലേ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പാത്രത്തിലോട്ട് മാറ്റാം. ഈ പരുവായിട്ടുണ്ട് കേട്ടോ. നമ്മളാണ്ട് വേറെ പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ചൂടാറാൻ വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പണി വാളും. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറട്ടെ. ചൂടാറിയിട്ട് നമുക്ക് പരീക്ഷണത്തിൽ നടക്കാം. നോക്കുകയാണ് കേട്ടോ. നമുക്ക് കയ്യിൽ നിന്നും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മുഖത്തിട്ട ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കയ്യിലൊന്ന് തേച്ച് കാണിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് വരെ നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ, ഇപ്പോൾ ചെറിയൊരു ശകല ചൂടുണ്ട് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചൂടല്ല, കുറച്ച് ചൂടുണ്ട് കേട്ടോ.
ചോറെന്ന് പറയുമ്പോൾ ഒരുപാട് ചൂടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ഒരു 5 മിനിറ്റ് ഇങ്ങനെ നമ്മളൊന്ന് കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കയ്യിലൊക്കെ ഞാൻ ഇങ്ങനെ തേച്ചിട്ടുണ്ട്. ഞാൻ ഫോൺ സ്റ്റാൻഡിലല്ല കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ്ട് ഇങ്ങനെ കൈ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ ഇങ്ങനെ നല്ലോണം ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെക്കേണ്ടത് ഒരു 20 മിനിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നല്ലതാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്യാം. അവർ പറഞ്ഞതുപോലെ 20 മിനിറ്റ് ഞാൻ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കിതിനകത്ത് നമുക്കൊന്ന് കഴുകി നോക്കാം എങ്ങനെ ആവുമെന്ന്. അപ്പം ഞാൻ കഴുകാവാണ്. ഇതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ സൈഡിൽ കൊടുത്തേക്കാം. അപ്പം ഞാൻ കള്ളമല്ല പറഞ്ഞത്. അപ്പോൾ അവർ കാണിച്ചതിൽ അവരുടെ കൈക്ക് നല്ല മാറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇതിനകത്തൊന്നും അവർ പറയുന്ന പോലത്തെ ഒരു മാറ്റവും നമ്മുടെ കൈകൾക്ക് വന്നിട്ടില്ല. വെട്ടമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ദാണ്ട് എൻ്റെ കൈകൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ചിലപ്പം ഇത് ഒരുപാട് ദിവസം ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇതിന് മാറ്റം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഇപ്പോൾ സൈഡിൽ നിന്ന് കണ്ടു കാണുമല്ലോ. അപ്പോൾ ഞാൻ അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ട് പിന്നെ നാരങ്ങയ്ക്ക് പകരം നമ്മൾ തൈര് മാത്രം ഒഴിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഇത് കുറേ ദിവസം നമ്മൾ അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കിട്ടും. കാര്യം ചോറ് വെച്ചുള്ള പിന്നെ ഫേസ് പാക്കുണ്ട്, നമ്മുടെ കിഴങ്ങ് വെച്ചിട്ടുള്ള ഫേസ് പാക്ക്, ഇതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പക്ഷെ ഉടനടി തന്നെ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ എനിക്കിതൊന്നും വ്യത്യാസമായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾ തന്നെ നോക്കുക, ഒരു വ്യത്യാസവും ഇതിനകത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ട്രൈ ചെയ്യൂ, ഉടായ്പല്ല എന്നൊക്കെയാണ് അവരിത് പറഞ്ഞത്. ക്യാപ്ഷനും കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ്, ഉടായ്പല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, സത്യത്തിൽ നിങ്ങൾ ഞെട്ടും. പക്ഷെ ഞാൻ ഞെട്ടി. എൻ്റെ കയ്യിൽ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ ഇതൊരു ഫേക്ക് പോലെയാണ് തോന്നുന്നത്. ചിലപ്പോൾ ഫേക്ക് ആണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ 1 2 3 4 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച നമ്മൾ ട്രൈ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഒരു വ്യത്യാസം കണ്ടേക്കാം. പക്ഷേ 10 15 25 മിനിറ്റ് കൊണ്ടോ 20 മിനിറ്റ് കൊണ്ടോ ഇതിന് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ വേറെ പാക്കുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് 20 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ലെന്നാണ് എൻ്റെ ഞാൻ പരീക്ഷിച്ച് അതിനകത്ത് യാതൊരു വ്യത്യാസവും ഞാൻ കാണിച്ചിട്ടില്ല. നാരങ്ങയ്ക്ക് പകരം തൈര് മാത്രം ചേർത്തുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു വ്യത്യാസവും നമ്മളിതിനകത്ത് വരുത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ അപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും പല വീഡിയോകളും നമ്മൾ കാണുമ്പോൾ. അപ്പം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാതെ നോക്കുക കേട്ടോ. ജസ്റ്റ് നമ്മുടെ കൈയുടെ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് റിസൾട്ട് കിട്ടി നമുക്ക് കുഴപ്പമില്ല എന്നറിയെങ്കിൽ മാത്രം നമ്മൾ മുഖത്ത് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ മുഖത്ത് ഇടാഞ്ഞിട്ട് ബാക്കി വെറുതെ എൻ്റെ മിനക്കിടാൻ ബാക്കി നമുക്കിതാ ഇത്രയുണ്ട്. അപ്പോൾ നമുക്കിത് കളയാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് റിസൾട്ട് കിട്ടത്തില്ലെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ ഇത് കണ്ടപ്പോൾ എനിക്കതൊന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി തോന്നരുത്. ചിലപ്പോൾ നല്ല റിസൾട്ട് ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ റിസൾട്ട് ഞാൻ ഉദ്ദേശിച്ച അത്ര റിസൾട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇനി എന്തെങ്കിലും പരീക്ഷണങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും കേട്ടോ.